ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സൺഡേ ആയിട്ട് ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വ്ളോഗ് എടുക്കുന്നത് ആമിക്കുട്ടീനെ കാണാൻ പോവാണ്. ആമിക്കുട്ടീനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇൻസ്റ്റയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ ചേട്ടൻ്റെ ഉണ്ണിയാണ്. അപ്പോൾ ആമിക്കുട്ടീനെ നമ്മൾ അന്ന് ഹോസ്പിറ്റലിൽ പോയി കണ്ടതാണ്, അതിന് ശേഷം കണ്ടിട്ടില്ല. അപ്പോൾ വിചാരിച്ചൊരു സൺഡേ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ ആമിക്കുട്ടിയുടെ മമ്മിജാനും കൂടിയിട്ട് ഇപ്പോൾ ഒരു ചികിത്സയിലാണ്. ഡെലിവറിക്ക് ശേഷം നമ്മളൊരു ആയുർവേദ ചികിത്സയിലാണ്. സോ നമ്മൾ വിചാരിച്ചു നമ്മൾ രണ്ടാളും കൂടിയിട്ട് അവിടെ പോയിട്ട് ആമിക്കുട്ടീനെ കാണാം. അപ്പോൾ ഏകദേശം ഒരു 10 days ആയി ഇപ്പം കണ്ടിട്ട്. അപ്പോൾ ഇന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആമിക്കുട്ടീനെ കണ്ടിട്ട് തരാം. ഫുഡ് കഴിച്ചിട്ടില്ല, അത് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം, അല്ലാതെ അവിടെ എത്താൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം. അപ്പോൾ പൂരി പറഞ്ഞിട്ടുണ്ട് ഗൈസ്. പൂരി വരട്ടെ, 2 സെറ്റ് പൂരി. അപ്പം എനിക്ക് ഇന്നലെയും ഞാനൊക്കെ ആയിട്ട് ഭയങ്കര ക്രേവിങ്സ് ഉണ്ടായിരുന്നു. ചന്ന പട്ടൂരി അത് കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് ഉണ്ടായി. അപ്പോൾ ഞാനത് ചോദിച്ചപ്പോൾ സാധാരണ ഈവനിങ്സിലാണ് ചന്ന പട്ടൂരി ഉണ്ടാവുക എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈവനിങ് ചന്ന പട്ടൂരി കഴിക്കാം. അപ്പോൾ നമുക്ക് പൂരിയിൽ കൊടുക്കാം. മഴ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഇന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയാണല്ലോ. അപ്പോൾ ഇത്തിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത്. പക്ഷേ പകുതിക്ക് എത്തിയപ്പോൾ ഇത്തിരി മഴ കിട്ടി. അപ്പോൾ കറക്റ്റ് സമയത്തിനാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതും. കഴിച്ചിട്ട് അവിടം വരെ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ഭയങ്കരമായിട്ട് തലവേദനയ്ക്കാണ്. സോ നമുക്ക് പൂരി കഴിക്കാം. അപ്പം നമ്മളിവിടെ എത്തി. ഇനി നമുക്ക് കാണാം. ഇതിവിടെ എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഏട്ടൻ വിളിച്ച് നോക്കുന്നുണ്ട്. നല്ലൊരു സ്ഥലമാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്ഥലം. നല്ലൊരു വ്യൂ ആണ്. അപ്പുറത്ത് നമ്മൾ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു അപ്പുറത്ത് മറ്റേ അരുവിയുണ്ടെന്ന് തോന്നുന്നു. ഐ ലൈക്ക് ദിസ് വേ. ഇതാണ് അവർ നിൽക്കുന്ന സ്ഥലത്തെ വ്യൂ എന്ന് പറയുന്നത്. വ്യൂ നല്ല രസമുണ്ടായിരുന്നു. കാരണം നമുക്ക് അവിടെ പോയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്പേസൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരുപാട് സ്പേസുകളുണ്ടായിരുന്നു. കാരണം നമ്മുടെ റിവർ സൈഡ് വ്യൂ ആണ്, നല്ലതാണ്. ഈ സ്ഥലം വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഡെലിവറിക്ക് ശേഷമുള്ള ആയുർവേദ ചികിത്സയും കാര്യങ്ങളൊക്കെയാണ്. യെസ് ഗായ്സ്, അങ്ങനെ നമ്മളിവിടെ എത്തി. ആമിക്കുട്ടീനെ കണ്ടു. ആമിക്കുട്ടിക്ക് 10 days ആയ കാരണം ഞാനങ്ങനെ ആമിക്കുട്ടീൻ്റെ ഫേസ് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അത്രയും നമ്മൾ ചെറിയ കുട്ടികളുടെ ഫേസ് അങ്ങനെ എക്സ്പോസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആളെ കണ്ട സന്തോഷത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ എടുക്കാൻ മറന്നു. പക്ഷേ സ്ഥലം നല്ല സ്ഥലമാണ്. ഇവിടെ നല്ല നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമുക്കൊന്ന് വന്ന് റിലാക്സ് ചെയ്യാനിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം. ഞങ്ങളങ്ങനെ ആമിക്കുട്ടീനെ കണ്ടിറങ്ങി ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിരപ്പള്ളി വളരെ അടുത്താണ്.
അപ്പോൾ അതിരപ്പള്ളിക്ക് ഏകദേശം ഒരു 15 കിലോമീറ്റേഴ്സാണ് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആ വഴി അങ്കമാലി കയറാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ആ വഴിയൊന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണല്ലോ. അവിടെ നല്ലൊരു ഗ്രീനറിയും അതുപോലെ തന്നെ കുറച്ച് ഒരു കാമായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഉള്ള വല്ല സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ പോകുമ്പോൾ തുമ്പൂർ മൊഴി ഡാം അതൊക്കെ കണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കയറാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കയറണ്ട, നമുക്ക് സൈഡിൽ എവിടെയെങ്കിലും വല്ല ചോല കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. നമുക്കൊരു നല്ല ഭംഗിയുള്ള ഒരു ചോല കണ്ടു കണ്ടോ, നല്ല രസമുണ്ട് അവിടെ. നമുക്ക് ജസ്റ്റ് പോയിട്ടൊന്ന് ഇറങ്ങിയിട്ട് ഈ സൗണ്ടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സൗണ്ട്സാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടയ്ക്ക് ഈ വർക്കിൻ്റെ ഇടയിൽ നിന്നും ഭയങ്കര സ്ട്രെസ്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനത്തെ സ്ഥലത്ത് പോയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സോള് ഭയങ്കര കാമാവെന്നാണ് പറയുന്നത്. നേച്ചർ ഈസ് ചീപ്പർ ദാൻ തെറപ്പി എന്നാണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിരിക്കുന്നത് നമുക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ കുറേ സ്ഥലത്ത് നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. പിന്നെ അത് കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കണോ. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും.